മലയാള സിനിമയിലെ ഭൂരിഭാഗം പേരും തങ്ങളുടെ രാഷ്ട്രീയവും നിലപാടുകളും സൗകര്യപൂർവ്വം മാറ്റിവെക്കുമ്പോൾ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൾ കൊണ്ട് വേറിട്ട് നിന്ന വ്യക്തിത്വമായിരുന്നു സലിംകുമാറിൻ്റേത്. കറകളഞ്ഞൊരു കോൺഗ്രസുകാരനായിരിക്കുമ്പോൾ തന്നെ സിനിമാ രംഗത്തും എല്ലാവരെയും ഒരുപോലെ കാണാനും അവരോട് തുല്യനീതി പുലർത്താനും അദ്ദേഹം എപ്പോഴും ശ്രദ്ധിച്ചിരുന്നു. രാഷ്ട്രീയത്തിന്റെ പേരിലോ വ്യക്തിപരമായ നേട്ടങ്ങളുടെ പേരിലോ തന്റെ ആദർശങ്ങളിൽ വെള്ളം ചേർക്കാൻ അദ്ദേഹം ഒട്ടും തയ്യാറായിരുന്നില്ല. 2016 താരസംഘടനയായ അമ്മയിൽ നിന്നും അദ്ദേഹം രാജിവെച്ച സംഭവം ഇതിനകം തന്നെ മലയാള ചലച്ചിത്ര രംഗത്തെ ഏറ്റവും ധീരമായ നിലപാടുകളൊന്നായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. സംഘടനയിലെ ഉന്നത പദവിയിൽ ഇരിക്കുന്നവർ തന്നെ തങ്ങൾ അലിഖിതമായി ഉണ്ടാക്കിയ നിയമങ്ങൾ ലംഘിച്ചപ്പോൾ സൂപ്പർ താര പദവികളുടെ മുഖത്ത് നോക്കി വിരൽ ചൂണ്ടാൻ സലിംകുമാറിന്റെ യഥാർത്ഥ കലാകാരന് ഒട്ടും ഭയമുണ്ടായിരുന്നില്ല. അത് കേവലം ഒരു രാഷ്ട്രീയ പ്രതിഷേധമായിരുന്നില്ല, മറിച്ച് സിനിമയിലെ എല്ലാവരെയും ഒരുപോലെ കാണണമെന്ന വലിയ മനസ്സിന്റെ പ്രതിഫലനമായിരുന്നു. 2014 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പത്തനാപുരം മണ്ഡലം ശ്രദ്ധേയമായത് ചലച്ചിത്ര മേഖലയിലെ 3 പ്രമുഖർ അവിടെ നേർക്കുനേർ മത്സരിച്ചപ്പോഴാണ്. LDF സ്ഥാനാർത്ഥിയായി KB ഗണേഷ് കുമാറും UDF സ്ഥാനാർത്ഥിയായി ജഗദീഷും NDA സ്ഥാനാർത്ഥിയായി ഭീമൻ രഘുവും മത്സരരംഗത്തുണ്ടായിരുന്നു. ഒരേ സംഘടനയിലെ 3 സഹപ്രവർത്തകർ ഒരേ മണ്ഡലത്തിൽ മത്സരിക്കുന്ന സാഹചര്യത്തിൽ അമ്മയിലെ മറ്റ് അംഗങ്ങൾ ആർക്കുവേണ്ടിയും പ്രചരണരംഗത്തിറങ്ങരുതെന്ന് സംഘടനയുടെ വാക്കാൽ തീരുമാനമെടുത്തു. എന്നാൽ സംഘടനയുടെ അലിഖിത നിയമം കാറ്റിൽ പറത്തിക്കൊണ്ട് അന്നത്തെ അമ്മ വൈസ് പ്രസിഡന്റായിരുന്ന മോഹൻലാലും പ്രമുഖ സംവിധായകൻ പ്രിയദർശനും ഗണേഷ് കുമാറിന് വേണ്ടി പരസ്യമായി പ്രചരണത്തിനിറങ്ങി. ഇത് സംഘടനയിലെ മറ്റ് അംഗങ്ങളോടും പ്രത്യേകിച്ച് UDF സ്ഥാനാർത്ഥിയെ ജഗദീഷിനോടും കാണിച്ച വലിയ നീതികേടാണെന്ന് സലിംകുമാർ തിരിച്ചറിഞ്ഞു. സൂപ്പർ താരത്തിന്റെ ഈ തെറ്റായ നടപടിക്കെതിരെ പരസ്യമായി പ്രതികരിക്കാനും തന്റെ പ്രതിഷേധം അറിയിക്കാനും അദ്ദേഹം ഒട്ടും മടിച്ചില്ല. മോഹൻലാലിന്റെ ഈ ഏകപക്ഷീയമായ നിലപാടിൽ പ്രതിഷേധിച്ച് സലിംകുമാർ തന്റെ അമ്മയിലെ പ്രാഥമിക അംഗത്വം രാജിവെച്ചുകൊണ്ട് സംഘടനയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന മമ്മൂട്ടിക്ക് കത്ത് നൽകി. ഉന്നത പദവിയിൽ ഇരിക്കുന്നവർ തന്നെ സംഘടനയുടെ അലിഖിത നിയമങ്ങൾ ലംഘിക്കുമ്പോൾ അത്തരമൊരു സംഘടനയിൽ തുടരുന്നതിൽ അർത്ഥമില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. താരങ്ങളുടെ പദവി നോക്കാതെ തെറ്റിനെ തെറ്റെന്ന് വിളിച്ചു പറയാൻ കാണിച്ച ആ ആർജവമാണ് സലിംകുമാറിനെ സിനിമാക്കാരുടെ പ്രിയപ്പെട്ട സലിമേട്ടനാക്കി മാറ്റുന്നത്. കറകളഞ്ഞ കോൺഗ്രസ് അനുഭാവിയായിരുന്നിട്ടും തന്റെ പാർട്ടിയിലെ സഹപ്രവർത്തകനും സുഹൃത്തുമായ ജഗദീഷിന് വേണ്ടി പത്തനാപുരത്ത് വോട്ട് ചോദിച്ചു പോകാൻ സലിംകുമാർ തയ്യാറായിരുന്നില്ല. അത് സംഘടനയെയും അതിന്റെ തീരുമാനങ്ങളെയും അത്രമേൽ ബഹുമാനിച്ചതുകൊണ്ടായിരുന്നു. നിയമങ്ങൾ എല്ലാവർക്കും ഒരുപോലെ ബാധകമാണെന്ന് വിശ്വസിച്ച അദ്ദേഹം താൻ പാലിച്ച നീതി മറ്റുള്ളവർ ലംഘിച്ചപ്പോഴാണ് ശക്തമായി പ്രതികരിച്ചത്. പത്തനാപുരത്ത് വോട്ട് ചോദിക്കാൻ പോകാതിരുന്നതിന് പിന്നിൽ രാഷ്ട്രീയത്തിനപ്പുറമുള്ള മറ്റൊരു വലിയ കാരണം കൂടി ഉണ്ടായിരുന്നത് ഗണേഷ് കുമാർ എന്ന സുഹൃത്തിനോടുള്ള ബഹുമാനവും സ്നേഹവുമായിരുന്നു. രാഷ്ട്രീയം വേറെ, സൗഹൃദം വേറെ എന്ന് കൃത്യമായി വേർതിരിച്ചു കണ്ട വ്യക്തിയായിരുന്നു അദ്ദേഹം. തന്റെ രാഷ്ട്രീയ ശത്രുതയുടെ പേരിൽ ഗണേഷിനെ പോലൊരു സുഹൃത്തിനെ വ്യക്തിപരമായി വിഷമിപ്പിക്കാൻ സലിംകുമാറിലെ സ്നേഹനിധിയായി മനുഷ്യൻ ആഗ്രഹിച്ചിരുന്നില്ല. അമ്മ സംഘടനയ്ക്കുള്ളിലെ ശക്തമായ ചേരിതിരിവുകളെയും രാഷ്ട്രീയ സ്വാധീനങ്ങളെയും പുറത്തു കൊണ്ടുവരാൻ സലിംകുമാറിന്റെ ഈ രാജി കാരണമായി. വലിയ താരങ്ങൾക്കൊരു നിയമവും ചെറിയ താരങ്ങൾക്ക് മറ്റൊരു നിയമവും എന്ന വിവേചനപരമായ രീതിയാണ് അദ്ദേഹം ചോദ്യം ചെയ്തത്. സിനിമയിലെ എല്ലാവരെയും ഒരേ കണ്ണോടെ കാണാൻ സംഘടനയ്ക്ക് കഴിയണമെന്ന വലിയ മനസ്സിന്റെ ഉടമയുമായിരുന്നു അദ്ദേഹം.